ഇന്റർവ്യൂ ഇന്റർവ്യൂ. എന്താണോ വല്ലവന്റെ മണി ഓർഡർ മോഷിച്ചിട്ട് തല്ല് കിട്ടിയോ എനിക്ക്? നമ്മൾ രക്ഷപ്പെട്ടു മാസേ. കുഞ്ഞനെന്തിന് ജോലി കിട്ടാൻ പോകുന്നു. ഇന്റർവ്യൂവിനുള്ള കാർഡ് നോക്കി. എന്താ? കോ ആൻഡ് കോ കമ്പനിയിൽ കുഞ്ഞനെന്തിന് ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. എനിക്ക് ഈ കണ്ണ് പിടിക്കില്ല, ഒന്ന് വായിച്ച്. തിങ്കളാഴ്ച ഇന്റർവ്യൂവിന് ചെല്ലണം. അപ്പോയിന്റ്മെന്റ് ടൈം കാലത്ത് 10 മണിക്കാ. എന്റെ ദേവി, കാലത്തെ തപാലിൽ തന്നെ കത്ത് കണ്ടപ്പോ അതുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇന്നിനി ഈ പഞ്ചായത്തുകാർക്കും കത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല. മാഷെ ഇങ്ങോട്ട് വന്നേ, വാന്ന്. ഇനി പ്രശ്നമില്ല മാഷെ, ജോലി കിട്ടിയ സ്വത്തുഭാഗം നടക്കുമല്ലോ. എടോ, ചെകുത്താനും ചില നേരം ദൈവം ആകുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ദൈവം തരും. ഇന്റർവ്യൂ കവർ 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 കിട്ടുവന്നേ. എടാ, നിന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. നമുക്ക് കളിക്കാം. ഓ, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വെറും ഒരു ഫോർമാലിറ്റിയാ. ജോലി കിട്ടണമെങ്കിൽ മോളിലുള്ള ആൾ കരിയണം. മോളിലുള്ള ആളോട് ഈ അമ്മ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് മോനെ. അമ്മ പ്രാർത്ഥിച്ച ആളല്ല, അതിന്റെയൊക്കെ മോളിൽ ചിലരുണ്ട്. രാഷ്ട്രീയക്കാരുടെ ശുപാർശകളല്ലാതെ ദൈവങ്ങളുടെ ദയാർജി അവർ സ്വീകരിക്കാറില്ല. ഈ കോയൻകെ കമ്പനിയിൽ ഇന്റർവ്യൂവിന് വിളിക്കാന്ന് വെച്ചാൽ തന്നെ ജോലി കിട്ടിയാൽ മതില്ല. ഇവിടെ ഇങ്ങനെ ചടച്ചെടുക്കുന്ന നേരം കൊണ്ട് ഒന്ന് പോയി നോക്കിക്കൂടെ എനിക്ക്? വേഷം കെട്ടിപ്പോയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മാത്രമല്ല 10 ദിവസത്തിന് ഇനി 3 ദിവസം ബാക്കിയുള്ളൂ. 3 ദിവസവും? അത് പിന്നെ അതെ, മാസം തികയാൻ ഇനി 3 ദിവസം. എന്താ മാസം തികയാൻ? താൻ എന്താ പ്രസവിക്കാൻ പോവാ? എടോ, ഇനി മാസം തികയാൻ 6 ദിവസമുണ്ട്. 3 ദിവസം എന്താ വിഴിക്കും? അല്ല, 6ന്റെ പകുതിയാണല്ലോ 3. അപ്പൊ 3 3 ടോട്ടൽ 6. അത് നേരാ. അതിനേക്കാൾ മണ്ടനുവൻ. 3 3 6 ആയി. എടോ, ഈ പണ്ടാറക്കാലിന് ജോലി കിട്ടിയാലേ നമുക്ക് ഗുണമുള്ളൂ. എങ്ങനെയെങ്കിലും ഇതിന് ഇന്റർവ്യൂന്ന് പറഞ്ഞ് അയക്കണം. അതെങ്ങനെ? ഞാൻ പറയാം. തൽക്കാലം നമുക്ക് സ്പോൺസർമാരാണ്. പോകാനുള്ള ഉടുപ്പും ഷൂസും പാന്റും അത്യാവശ്യത്തിനുള്ള കാശും നമുക്ക് 2 പേർക്കും പങ്കിട്ട് കൊടുക്കാം. എന്താ? ഓക്കെ, ഐ ആം റെഡി. ഇങ്ങോട്ട് വരിക, ഇവിടെ വരിക. പണത്തെ കുറിച്ചൊന്നും താനിപ്പോ പേടിക്കണ്ട. പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ട് നടത്തിക്കോളാം. അത് വേണോ? അത് വേണം. അത് ഞങ്ങൾ അളിയന്മാരുടെ ഒരു അവകാശമാണ്. മുടക്കം പറയരുത് മോനെ, ഒരു നല്ല കാര്യത്തിനല്ലേ. വാസുവേട്ടൻ. അയ്യോ, സോറി, കണ്ടില്ലായിരുന്നു. ഭയങ്കര സ്പീഡായിരുന്നു അല്ലേ? വായുകുളി വാങ്ങിക്കാനാവും. ആർക്കാണാവോ? മുത്തച്ഛനോ അച്ഛനോ കൊച്ചച്ഛനോ ഇളയച്ഛനോ വല്യച്ഛനോ അതോ നാട്ടുകാരോ വല്ല ഒരു അച്ഛനോ? ഒരു പാവം വഴിയാത്രക്കാരനെ ഈ കോലത്തിലാക്കിയില്ലേ? താങ്ക്സ്. പ്ലീസ്, വീട്ടിൽ കൊണ്ടുപോയി വിടാം. ഡ്രസ് ചേഞ്ച് ചെയ്യാലോ? നത്തിങ്. ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടൊന്നും ഒരു കാര്യമില്ല. അലക്കിയാൽ പോവാത്ത അഴുക്കും തടവിയാൽ പോകാത്ത തലയിലെഴുത്ത് എന്റേത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. കുട്ടി പൊക്കോളൂ. ഡസൻ മാറ്റർ, കുട്ടി പൊക്കോളൂ. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് വേഷം കെട്ടി പോവായിരുന്നു. ഇനിയിപ്പോ ഈ നീലക്കുറുക്കന്റെ വേഷത്തിൽ തന്നെ അങ്ങോട്ട് പോവാം. അയ്യോ, ഇന്റർവ്യൂവിന് പോവായിരുന്നോ? വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാം പ്ലീസ്. 10 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. ഇനി നീട്ടി വലിച്ച് നടന്നാൽ തന്നെ ഷാർപ്പ് ടൈമിൽ അവിടെ എത്താൻ പറ്റുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. എവിടെയാ ഇന്റർവ്യൂ എന്ന് വെച്ചാ അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ല, അത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാ. പ്ലീസ്. ഇറ്റ്സ് ഓക്കെ, വെറുതെ വരാം. ഇറ്റ്സ് ഓക്കെ. അല്ല, ഇത് എവിടേക്കാ? അച്ഛനെ കാണാൻ. അച്ഛന്? അല്ല, അച്ഛനെ. അയ്യോ, കൃത്യസമയത്ത് തന്നെ എത്തി. ഇവിടെ കംപ്ലീറ്റ് പൊടിയാണല്ലോ. സോറി. നോക്കി ചിരിക്കാതെ പട്ടിപ്പുല്ലേ.
ഇത് മരിക്കാൻ പോകുന്നവന്റെ വേഷം കേട്ടാ. കുഞ്ഞനന്ദൻ യെസ്. ഗുഡ് മോർണിംഗ് സർ. വാട്ട് ഈസ് ദിസ്? ഇഷ്ടിയകളത്തിൽ നിന്നാണോ വരുന്നത്? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്നെയാണോ വന്നത്, അതോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ? സോറി, സത്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായി സകലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് സാർ. ഒരു മിനിറ്റ്. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഞാനിങ്ങനെ റോഡിലൂടെ വരികയായിരുന്നു വിത്ത് ഫയൽ. ചീറി പാഞ്ഞെത്തിയ ഒരു പാവം കാറിന് ഒരു കൗതുകം തോന്നി. ചെളിയിൽ കുളിപ്പിച്ച് ദാ എന്നെ കോലത്തിലാക്കി. വകതിരിവില്ലാത്ത ആ പാവം കാറിന് അറിയില്ലായിരുന്നു സാർ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരികയാണെന്ന്. പിന്നെ പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു. ഉടൻ തന്നെ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എനിക്ക് ഇവിടെ തിരിച്ചെത്താമായിരുന്നു. പക്ഷേ അപ്പോയിന്റ്മെന്റ് ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല. പറ്റോ? ഇല്ല. സോറി സാർ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു സ്ഥാപനത്തിന് പേഴ്സണാലിറ്റിക്കൽ വലുതാണ് പങ്ക്ച്വാലിറ്റി എന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായി സാർ, ഇവിടെ പങ്ക്ച്വാലിറ്റിക്കൽ വലുതാണ് പേഴ്സണാലിറ്റി എന്ന്. എന്റെ പങ്ക്ച്വാലിറ്റി പേഴ്സണാലിറ്റിക്ക് വേണ്ടി ഞാൻ പ്രശ്നം വെക്കില്ല സാർ. വേണ്ട സാർ, ഇത്തരം ഒരു സ്ഥാപനത്തിന് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ജോലി തരരുത്. എന്നെ നിർബന്ധിക്കരുത് സാർ. പ്ലീസ് വെയിറ്റ്. എനിക്ക് ടൈം തന്നേ. പ്ലീസ് ഷോ യുവർ സർട്ടിഫിക്കറ്റ്സ്. എന്തിനാ സാർ? താങ്ക് യു. ഓക്കെ, യു ആർ സെലക്ടഡ്. അമ്മേ ദാ വരുന്നുണ്ട്. ദേ, നോക്കി. ആ വരവ് കണ്ടാലറിയാം അവലക്ഷണം. ഫു, യോഗം വേണോടോ, യോഗം. സ്പോൺസർ ചെയ്ത വകയിൽ 800 രൂപ തൊലഞ്ഞു. സ്വന്തം മക്കൾക്ക് നല്ലൊരു ഡ്രസ് എടുത്തു കൊടുത്തിട്ടില്ല. ആ. ഞാനൊളിയിൽ പുത്തനുടുപ്പ്. വിഷമവും കൊണ്ടാ വരുന്നത്. മതി, ഇനി എല്ലാരും ചേർന്ന് ആ കുട്ടിയെ വേദനിപ്പിക്കണ്ട. ജോലിക്ക് ശ്രമിക്കുന്നതും കിട്ടാത്തതും സാധാരണയല്ലേ? ഇന്റർവ്യൂവിന് പോയിരുന്നു തല്ലു കിട്ടിയോ? ഈ വരവ് കണ്ടപ്പോ തോന്നിയൊരു അവസ്ഥ പറയട്ടെ. അട്ട ചങ്കി കുടുങ്ങിയ മട്ടുണ്ട്. സത്യം, അട്ട ചങ്കി കുടുങ്ങി. എനിക്ക് ജോലി കിട്ടി. 11-ാം തീയതി തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ പുസ്തകടുപ്പ് ധരിപ്പിച്ച് പറഞ്ഞയച്ച പാടാവില്ലെന്ന് മഹാലക്ഷ്മി ഇപ്പൊ പറഞ്ഞോളൂ അല്ലേ? അതെ. മക്കളെ, അങ്കിളിന് ജോലി കിട്ടി. പോയി ക്ഷയിക്കാനും എടുക്ക്. എപ്പൊ നോക്കിയാലും അങ്ങോട്ട് ചെല്ലേ, ഒറ്റ ഷെയ്ക്ക് കൊടുക്കും മാമനി. വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും സ്പോൺസർമാർക്ക് മുതൽ നഷ്ടപ്പെടാത്ത ഒരു മാഞ്ചിയം പദ്ധതി അല്ലേ മാഷേ? കഴിഞ്ഞ ആഴ്ചത്തെ ലെറ്ററിലും കൂടി ചേട്ടൻ എഴുതിയതാ. എന്തൊക്കെ കേൾപ്പിച്ചാലും അവനും ഒരു നല്ല കാലം ഉണ്ടാവുമെന്ന്. അമ്മയുടെ പ്രാർത്ഥനയോ ദേവിയുടെ അനുഗ്രഹം എന്തോ കിട്ടിയമ്മേ. എന്റെ മോനെ, കാറിൽ വരിക, ചെളി തീർപ്പിക്കുക, അതേ കാറിൽ തന്നെ കയറ്റി കമ്പനിയുടെ വാതിക്കെ കൊണ്ട് ഇറക്കുക, ജോലി കിട്ടുക, എന്തൊക്കെയോ ചില ഐശ്വര്യങ്ങൾ ഉണ്ടടാ അവൾക്ക്. അവളെ പിന്നെ കണ്ടോ നീ? പേര് പോലും ചോദിച്ചില്ല. കാണണം, കണ്ടാലൊരു നന്ദി പറയണം. നിന്റെ പ്രേമം ഇതുവരെ മഹാദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? എന്തായാലും നിന്നെ പോലെ പ്രേമകൃഷിത്തോപ്പിലെ നോക്കുകുത്തിയാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. തുടക്കത്തിൽ അങ്ങനെയൊക്കെ തോന്നും. എടാ, എനിക്ക് നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ള പെണ്ണ് മറ്റെവിടെയോ ആണ്. ഏതോ അടുക്കളയിൽ അവളിപ്പോ അത്താഴത്തിന് അരിയിടുന്നുണ്ടാവും. അത് നിന്റെ പെണ്ണ്. എന്റെ പെണ്ണിപ്പോ അടുക്കളയിൽ ജോലിക്കാരിയോട് വഴക്കിടുന്നുണ്ടാവും. മഹാമടിച്ചിയാ, മൂക്കത്താ കോപം. ഭയങ്കര തന്റേടിയാ. ഓന്തുണ്ണി നായരോട് ധിക്കാരവും പറഞ്ഞ് തല്ലാനോങ്ങിയപ്പോഴോ സൂത്രത്തിൽ കൊഞ്ഞനം കുത്തി അകത്തേക്കോടും. ഇനി പഠിക്കാൻ ചെന്നിരുന്നപ്പോഴോ മനസ്സ് മുഴുവനും ഞാനായിരുന്നു. ജോഗ്രഫി പുസ്തകത്തില് 87-ാം പേജിൽ വെച്ച ഒരു മയിൽപീലിത്തുണ്ട് ഒരു പിറന്നാളിന് ഞാൻ സമ്മാനിച്ചതാ. ആകാശം കാണാതെ പുറത്തെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആകാശം കണ്ട മയിൽപീലി ചത്തുപോത്രേ. എടാ, ഇതിനേക്കാൾ വലിയ കോട്ടകൾ ഞാൻ കെട്ടിയിട്ടുണ്ട് അറിയോ. ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഒക്കെ തീറ്റിച്ചിട്ടുണ്ട്. എന്നിട്ടും അടുപ്പീന്ന് വലിച്ചെടുത്ത വിറകുകൊള്ളി പോലത്തെ തെണ്ടി മുറച്ചർക്കം വന്നപ്പോ എന്നെ കളഞ്ഞിച്ച് പോയില്ലേ. എന്തായാലും എന്നെ സഹായിക്കാൻ വന്ന് അവളുടെ അനുജത്തിയെ തന്നെ വലവീശി പിടിച്ചവനല്ലേ നീ. അവളുടെ അനുജത്തി അതുകൊണ്ട് പറയാ, വിശ്വസിക്കരുത്. പക്ഷെ അവള് പാവാടാ. എടാ, നീ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനെ ധിക്കരിച്ച് അവൾ ഇറങ്ങി വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നീ ഇത്രയും പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ സംശയം. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? എങ്ങനെ? ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരാൻ പറയാം. എന്തിന്? ഞാൻ വിളിച്ച അവള് വരുമെന്ന് അറിയണമല്ലോ. എത്ര
എത്ര മണിക്ക് ഇറങ്ങി വരാനാ പറഞ്ഞ്? 11 മണിക്ക്. കൂട്ടുകാരാ, 11 മണിക്ക് ഇനി 11 മിനിറ്റ് പോലുമില്ല. ഏതായാലും കഷ്ടപ്പെട്ട് മതിലാടി വന്നല്ലേ, ഒരു 11 സെക്കൻഡ് കൂടി നോക്കിയിട്ട് നമുക്ക് പോവാം. അവൾ ഇറങ്ങി വരും. അവള് വരുന്നുണ്ട്. ഇതെന്താ പെട്ടിയും പെട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്? ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഒളിച്ചോടെ ആഭരണം ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോ അതും അടിച്ചോണ്ട പോയെന്ന് വേണ്ടല്ലോ. ഒരു ജോഡി ഡ്രസ്സേ എടുത്തുള്ളൂ, അത് പോരെ? അത് മതി. പക്ഷെ നമുക്ക് ഇപ്പൊ ഒളിച്ചോടണ്ട. പിന്നെ രാത്രി ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട്? അത് വിളിച്ചാ വരുമെന്ന് അറിയാനായിരുന്നു. ഇപ്പൊ വിശ്വാസായി. സത്യമായിട്ടും ഞാൻ വിളിക്കും ഒരിക്കൽ. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കിപ്പം ഭയങ്കര ധൈര്യമായി. പോയിക്കോളൂ. തിരിച്ചു പോകാൻ ഇപ്പൊ പേടി. അച്ഛനെങ്ങാനും കണ്ടാലോ? കണ്ടാൽ സ്വപ്നാടനായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. സ്വപ്നാടനോ? ഉറക്കത്തിലെ സ്വബോധം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു തരം രോഗം അത്. ധൈര്യമായിട്ട് പോയിക്കോട്ടോ. അതെ, നുള്ളണല്ലേ? ആ